അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും ഉണ്ടാകുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ചാലകം അതിൽ കറണ്ട് പ്രവഹിക്കുന്നുണ്ട്, കറണ്ട് ക്യാരിയിങ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചത്, അതിന് മൂവ്മെൻ്റ് ഉണ്ടാകും, അതിൻ്റെ മേലെ ഒരു ബലം അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അത് മൂവ് ചെയ്യും, ചലിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് അല്ലെങ്കിൽ ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് നിയമമാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്, ഏത് ദിശയിലാണ് ഈ ചാലകം മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഈ ഒരു അറേഞ്ച്മെൻറ്റ് തന്നിട്ട് പറഞ്ഞത് സ്റ്റേറ്റ് ദ റൂൾ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എ ബി വെൻ എ കറണ്ട് ഇസ് സ്വിച്ച്ഡ് ഓൺ. കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അഥവാ കറണ്ട് എ ബിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടർ മൂവ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെയെങ്കിൽ ആ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് എങ്ങനെ കാണാമെന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നുള്ളത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ നമുക്ക് ഇ എം എഫിൻ്റെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയും വേണം പറയാം, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രേരിത വൈദ്യുതിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ബലം അല്ലെങ്കിൽ പിന്നെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചലനം ഉണ്ടാകുമ്പോൾ ആ ചലനത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്? നമ്മളെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അഥവാ ഇടത് കൈയുടെ 3 വിരലുകൾ, അതായത് നമ്മുടെ പെരുവിരൽ, അതുപോലെ ചൂണ്ടുവിരൽ, അതുപോലെ നടുവിരൽ, ഇത് മൂന്നും പരസ്പരം ലംബകമായിട്ട് അഥവാ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് മൂന്നും ഓരോന്നിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്.